ചിക്കൻ കറി എന്നും ഒരുപോലെ ഉണ്ടാക്കാതെ വെറൈറ്റി ആയിട്ടൊന്നും ഉണ്ടാക്കി നോക്കൂ. സെയിം ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന സ്റ്റൈലിലൊന്ന് മാറ്റി പിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പി കിട്ടും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം 3 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നൈസായിട്ട് അരിഞ്ഞിട്ട് ഓയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അത് നമുക്ക് നല്ല മൊരിഞ്ഞ് ഒരു ബ്രൗൺ കളറായി വരുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഒരുപാട് അങ്ങ് കരിഞ്ഞ് പോവുകയും വേണ്ട കേട്ടോ. നമുക്കറിയാമല്ലോ കരിഞ്ഞ് പോവാത്ത ഒരു സ്റ്റേജിൽ ഈ ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഓയിലിൽ നിന്ന് കോരിയെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പാത്രത്തിൽ വെക്കുന്ന സമയത്ത് തന്നെ ഒന്നുകൂടെ ഡാർക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങ് കരിയാൻ നിൽക്കരുത്. പിന്നെ നമുക്ക് വേണ്ടത് 1 കിലോ ചിക്കനാണ്. ചിക്കനിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, നമുക്കൊരു പകുതി നാരങ്ങയുടെ നീരും, അതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഒണിയൻ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതുപോലെ ഒന്ന് കൈവച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ നിരടിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഇത് നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ നമ്മൾ സവാള ഫ്രൈ ചെയ്തെടുത്ത ഓയിലിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മാത്രം ആ ഒരു പാനിൽ തന്നെ വെക്കുക. അതിനുശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുത്ത ശേഷം 3 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതേ സമയത്ത് തന്നെ 2 പച്ചമുളക് അരിഞ്ഞതും, ഒരു ചെറിയ തക്കാളി കേട്ടോ, ചെറിയൊരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളി ഉടഞ്ഞു പോകുന്നു വേണ്ട കേട്ടോ. നമ്മൾ ചിക്കൻ വേകുന്ന സമയത്ത് തക്കാളിയൊക്കെ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ മുഴുവനായിട്ട് അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം ഇതൊന്ന് അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് നമുക്ക് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ചെറുതായിട്ടൊക്കെ വെള്ളം ഇറങ്ങി വരും. പിന്നെ നമുക്കതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ആവശ്യമായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഒരു ഗ്രേവി ടൈപ്പിലല്ലേ കിട്ടേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ചൂടുള്ള വെള്ളം തന്നെ ചേർക്കണേ. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ ഏകദേശമൊക്കെ നമ്മളിങ്ങനെ ഏകദേശം കുക്കായിട്ട് വരുന്ന ഒരു സമയത്ത് ബാക്കിയുള്ള സവാള ഉണ്ടല്ലോ, നമ്മൾ ബാക്കി മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് കസൂരി മേത്തിയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും 1 ടീസ്പൂൺ കസൂരി മേത്തി ഇതിലേക്ക് ഇതുപോലെ ഇങ്ങനെ പൊടിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുക്കണേ. നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും നമ്മുടെ ഒരു കറിക്ക്. എന്നും ഒരുപോലത്തെ ടേസ്റ്റ് ആകുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവാത്ത ഫീലാണല്ലോ അല്ലേ നമുക്ക്. അപ്പോൾ ഇതുപോലെ വെറൈറ്റി ആക്കിയിട്ട് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് 1 ടീസ്പൂൺ കൂടെ ബട്ടർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഒന്ന് മല്ലിയില കൂടെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. വേറെ പ്രത്യേകിച്ച് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും എക്സ്ട്രാ ആവശ്യമില്ല. എന്നാലോ ടേസ്റ്റ് ആണെങ്കിലോ അടിപൊളിയാണ് കേട്ടോ. ഇത് നമുക്ക് പൊറാട്ടയുടെ കൂടെയോ അല്ലെങ്കിൽ നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കോമ്പിനേഷനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയ നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.